ഹലോ ഫ്രണ്ട്സ്, ഗ്ലെൻമേരിയിലെ ഈ ഫേമസ് ചായക്കടയുടെ മുമ്പിൽ ഞങ്ങൾ വണ്ടി നിർത്തി ചായ കുടിക്കാൻ വേണ്ടിയല്ല കേട്ടോ. ഈ സ്ഥലത്തിന്റെ വൈബുണ്ട്. തേയിലക്കട, റോഡ് സൈഡിലെ ഈ ചെറിയ കട, വരുന്നു പോകുന്ന ആളുകൾ, ഇതൊക്കെ ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടി മാത്രം. നമുക്ക് നല്ല ചൂടാണ്, എങ്കിലും ഇവിടെ നിന്നാൽ എന്തോ ഒരു സുഖം. ഭാവയ്ക്കും ഇതൊരു പുതിയ കാഴ്ചയാണ് കേട്ടോ. അവൾ ചുറ്റും നോക്കി എൻജോയ് ചെയ്യുന്നുമുണ്ട്. ഈ ഫോട്ടോയും വീഡിയോയും എടുത്തിട്ട് നമുക്ക് നേരെ ഫെസ്റ്റിന് വിട്ടാലോ? ചിലപ്പോൾ യാത്രയിൽ വണ്ടി നിർത്തുന്ന ഈ ചെറിയ നിമിഷങ്ങളാണ് ഏറ്റവും വലിയ ഓർമ്മകൾ, അല്ലേ? അങ്ങനെ ഞങ്ങൾ ഏലപ്പാറ ഫെസ്റ്റിന്റെ എൻട്രൻസിലെത്തി. ഇവിടെ ആളുകളുടെ തിരക്കും പാട്ടും കിളികളുടെ ശബ്ദമായിട്ട് അടിപൊളി മൂടാണ്. ചൂടുണ്ടെങ്കിലും ഈ ആഘോഷത്തിന്റെ എനർജി ഉണ്ടല്ലോ, അതൊരു വേറെ ലെവൽ തന്നെയാണ്. ഇവിടെ ഒരു വേറൊരു ലോകത്താണ്. അവിടെ ആ മരത്തിൽ കുറെ കിളികളും അവൾ അതിനെ നോക്കി കൈ നീട്ടുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അവളുടെ പണി. ഇവളുടെ ഈ ചെറിയ ചെറിയ ആസ്വാദകരമായ നിമിഷങ്ങളാണ് യാത്രകളെ കൂടുതൽ മനോഹരമാക്കുന്നത്. കിളികളെ കണ്ടു നിന്നപ്പോഴാ അടുത്ത അത്ഭുതം. ദേ നോക്കിയേ, ഇതാണ് സാധനം, ഇഗ്വാൻ. ഇവൻ അനങ്ങാതെ ഒരു ശില്പം പോലെ ഇരിക്കുന്നത് കണ്ടോ? ആദ്യം പേടി, പിന്നെ ക്യൂരിയോസിറ്റി. ഇതാണ് പെരുമ്പാമ്പിന്റെ കുഞ്ഞ്. കുഞ്ഞാണേലും പാമ്പ് തന്നെയാണ്. എനിക്ക് ദൂരെ നിന്ന് കണ്ടാൽ മതി, പക്ഷെ ഇവിടെ ഉള്ള ചേട്ടൻ പറഞ്ഞു ഇതൊന്നും ചെയ്യില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേ നമ്മുടെ ഹീറോയുടെ എൻട്രി. തോളിൽ വെച്ചിരിക്കുക, ഒരു കയ്യിൽ നമ്മുടെ കുഞ്ഞാവയും ഉണ്ട്, മറുതോളിൽ തത്തയും ഉണ്ട്. ഇതുവാണെങ്കിൽ തത്തയെ നോക്കി അന്തം വിട്ടിരിക്കുന്നു. തത്തമ്മയാണെങ്കിലോ അനങ്ങാതെ രാജാവിനെ പോലെ ഇരിക്കുകയാണ്. ഫെസ്റ്റ് കൂടാൻ വന്നപ്പോൾ ഒരു സൂമ് കണ്ട ഒരു പ്രതീതിയാണ്. നിതുവിനാണെങ്കിൽ എന്തോ ഒരു വലിയ സംഭവം നടക്കുന്ന മട്ട. ഈ എക്സ്പീരിയൻസ് ഒക്കെ അല്ലേ ട്രിപ്പിന്റെ ഒരു ഹൈലൈറ്റ്. മൃഗങ്ങളോടൊക്കെ ടാറ്റ പറഞ്ഞ് നമുക്ക് അകത്തേക്ക് പോകാം. ഇനി എന്തൊക്കെ ആശ്ചര്യങ്ങളാണ് കാത്തിരിക്കുന്നത് നമുക്കറിയില്ലല്ലോ. ഒരു സൈഡിൽ ആർട്ടിസ്റ്റ് ലൈവായി വരയ്ക്കുന്നു, അടുത്ത് മനോഹരമായ കുറേ അധികം ചിത്രങ്ങളും ഉണ്ട്, പെയിന്റിങ്സും ഉണ്ട്. കുഞ്ഞു കളിപ്പാട്ടങ്ങൾ, പഴയ സ്കൂൾ കാലത്തെ മുട്ടായികൾ, വീട്ടു സാധനങ്ങൾ വേറെ, കോസ്മെറ്റിക് വേറെ, എന്തിനും ഇതിനും ഇവിടെ ഒരു വലിയ സ്റ്റാൾ തന്നെ. ഞങ്ങളും വെറുതെ വിട്ടില്ല, കുഞ്ഞിനും കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അടുത്തത് പോയത് ആനിമേഷൻ വീഡിയോ എക്സ്പീരിയൻസിലേക്കാണ്. ജിത്തു ആണെങ്കിൽ എന്തോ ഒരു കുന്ത്രപ്പനങ്ങാടി വെച്ചിട്ട് ഒരു ലോകത്ത് അവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട്. ചിലപ്പോൾ കൈകൊണ്ട് പിടിക്കാൻ നോക്കുന്നു, പേടിച്ച് പിന്നോട്ട് മറന്നു, ചിരിച്ചിരിച്ച് മറിയുന്നു. എന്താ കാണുന്നത് എന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയയും ഇല്ല. പക്ഷെ അവന്റെ ഈ റിയാക്ഷൻ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് ഇവന്റെ ഈ കോമാളിത്തരം തന്നെയാണ്. ഒരു വശത്ത് ജിത്തുവിന്റെ ആനിമേഷൻ കാണിച്ചുള്ള കോഫായം, ഒരു വശത്ത് നിതുകുഞ്ഞിന്റെ ഡാൻസും. അടിപൊളിയായിരുന്നു രണ്ടും കൂടെ. പിന്നെ ഞങ്ങൾ നേരെ ചൂച്ചു ട്രെയിനിലാണ് കയറിയത്. ഇവിടെ കൊണ്ട് കയറാൻ പറ്റിയ ഒറ്റ റൈഡേ അവിടെ ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഓടി നമ്മൾ കാണാൻ മാത്രം നമുക്ക് പറ്റുള്ളൂ. അപ്പോഴേക്ക് ഇതാ മഴയും പറഞ്ഞു. മഴയത്ത് ഞങ്ങൾ പിന്നെ ഐസ്ക്രീമും കഴിച്ചു. പിന്നെ അച്ഛനെ വീട്ടിൽ കൊണ്ടാക്കി ഞങ്ങളും വീട്ടിൽ പോയി. മഴ കാരണം നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പ്ലാനില്ലാതെ ഇറങ്ങിയ ഒരു ദിവസം, പക്ഷെ ഓർമ്മകൾ ഫുള്ളോടും. ഹാപ്പി എൻഡിങ് ആയിട്ട് അടുത്തൊരു വീഡിയോയും കാണുന്നത് വരെ ടാറ്റാ.